ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ അരുണാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പൊന്തമ്പുഴ വനത്തിലാണ്. ഇവിടെ പൊന്തമ്പുഴ വനത്തിൽ ഞാനിപ്പോൾ വരാൻ കാരണം ഇവിടെ കണ്ടമാനം വേസ്റ്റ് ആട്ടോ ഇവിടെ ഈ സൈഡിൽ കൂടെയൊക്കെ തള്ളിയേക്കുന്നത്. കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് ഇവിടെ നമുക്ക് വേസ്റ്റ് കാണാനേ ഇല്ലായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു ഈ ഭാഗങ്ങളൊക്കെ. ഇപ്പോൾ കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് കണ്ടമാനം വേസ്റ്റാണ് ഈ ഭാഗങ്ങളിലൊക്കെ കൊണ്ടുപോയി ഇട്ടേക്കുന്നത്. അപ്പം 3-4 മാസമായിട്ട് വേസ്റ്റ് ഇല്ലാതെയുള്ള മെയിൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വാർത്തയുണ്ടായിരുന്നു. ഇവിടെ ക്യാമറ കൊണ്ട് വെച്ചു എന്നുള്ള വലിയൊരു വാർത്തയുണ്ടായിരുന്നു. അതിനുശേഷം ആരും വേസ്റ്റ് കൊണ്ടിടില്ലായിരുന്നു കേട്ടോ. വേസ്റ്റ് കൊണ്ടിടാതെ ഇവിടെ നല്ല ഭംഗിയായിരുന്നു. ഇപ്പോൾ ഇടയ്ക്കൊക്കെ വന്ന് ഞങ്ങൾക്കൊക്കെ ഇരിക്കാനൊക്കെ നല്ല രസമായിരുന്നു. വണ്ടിയൊക്കെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് കൊണ്ടിടാനൊക്കെ നല്ല രസമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് സൈഡിൽ വന്നിരിക്കാനോ ഒന്നും പറ്റത്തില്ല. കാരണം ഭയങ്കര സ്മെല്ലാട്ടോ. സോ എന്താ കാരണം നമുക്കറിയില്ല. ക്യാമറ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ലേ, ക്യാമറ വർക്ക് ചെയ്തിട്ടും അധികാരികൾ കണ്ണടയ്ക്കുവാണോ ഒന്നും നമുക്കറിയില്ല. എന്തുകൊണ്ടാണ് ഇത്രമാത്രം വേസ്റ്റ് ഇവിടെ കൊണ്ടുപോയിടുന്നതെന്ന് നമുക്ക് പിടുത്തം കിട്ടുന്നില്ല. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾ കാര്യം ചെയ്യണം, നിങ്ങളിത് ഷെയർ ചെയ്ത് മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കണം. അതായത് നമ്മുടെ പഞ്ചായത്തോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ ഒക്കെ അവരൊക്കെ അറിയട്ടെ. നമ്മുടെ ഇവിടെ പഞ്ചായത്തൊക്കെ അറിഞ്ഞ് അവർ വേണ്ട നടപടികൾ എടുക്കട്ടെ. ക്യാമറ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ക്യാമറ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യട്ടെ. എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മുടെ നാട്ടിൽ പ്രോപ്പറായിട്ടുള്ളൊരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ റോഡിൻ്റെ സൈഡിലൊക്കെ ഈ രീതിയിലുള്ള വേസ്റ്റുകൾ കാണാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെ വേസ്റ്റ് ഒന്നെടുക്കുന്നവരാരും തന്നെ ഇല്ല. പക്ഷെ നിങ്ങൾ നമ്മുടെ ബാംഗ്ലൂരോ മുംബൈയൊക്കെ പോവുകയാണെങ്കിൽ അവിടെ എല്ലാ ദിവസവും മോർണിംഗിൽ വേസ്റ്റ് വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ നമുക്ക് വേസ്റ്റിൻ്റെ ഒരു പ്രശ്നം പോലും ഇല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഹരിതകർമ്മ സേന അവർ മാസത്തിലൊന്നാന്ന് തോന്നുന്നു അവർ വന്ന് വേസ്റ്റ് കളക്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം നമുക്ക് ഈ വേസ്റ്റ് നമുക്ക് ആരെയും കുറ്റം പറ്റിയ കാര്യമില്ല. കാരണം വീട്ടുകാർക്കും അതുപോലെ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകാർക്കൊക്കെ അവർക്ക് ഇത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ എൻ്റെ ഒരു സജഷനാണ്, നമ്മൾ മുനിസിപ്പാലിറ്റി ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും ഒരു കാര്യം ചെയ്യണം. എല്ലാ ദിവസവും എന്ത് ചെയ്യണം, വേസ്റ്റ് കളക്ട് ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ വേസ്റ്റ് എല്ലാ ദിവസവും കളക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. നമ്മുടെ നാട്ടിൽ നമ്മുടെ റോഡിൻ്റെ സൈഡിലൊന്നും ഈ വേസ്റ്റിൻ്റെ പ്രശ്നം ഉണ്ടാകത്തില്ല. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും കണ്ടമാനം വേസ്റ്റാണ് നമ്മുടെ റോഡിൻ്റെ സൈഡിലെല്ലാം കിടക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റുന്ന കാര്യത്തിലുണ്ടെങ്കിൽ നമുക്ക് ഒരു യൂറിൻ പാസ് ചെയ്യാനോ ടോയ്ലറ്റ് കയറാനോ നമുക്ക് യാത്ര ചെയ്യുമ്പം പല സ്ഥലത്തും നല്ല ഇരിക്കുന്ന കേരളത്തിൻ്റെ ഒരു ഭാഗത്തും ഒരു ഫെസിലിറ്റി ഇല്ലാത്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ പലപ്പോഴും ഇവിടെ നിന്ന് റാന്നിയും തൊഴിലേക്കൊക്കെ പോകുമ്പം നമുക്കൊന്ന് യൂറിൻ പാസ് ചെയ്യുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോയ്ലറ്റ് ഒരിടത്തും കാണാനില്ല. ഇനിയിപ്പോൾ എൻ്റെ അറിവില്ലായ്മ മൂലമാണോന്ന് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ ഒരിടത്തും തന്നെ ഒരു യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാൻ ടെൻഡൻസി ഒക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് അങ്ങനെ പോകാനുള്ളൊരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അത്യാവശ്യം 5 കിലോമീറ്റർ അല്ലെങ്കിൽ 6 കിലോമീറ്റർ ഇടവിട്ട് ഒരു ടോയ്ലറ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം എല്ലാവർക്കും വളരെ സൗകര്യപ്രദമാണ്. പലപ്പോഴും ഇപ്പോൾ ആൺപിള്ളേർക്കാണെങ്കിൽ ഒരു മെയിൽ പേഴ്സൺ ആണെങ്കിൽ എവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയി യൂറിൻ പാസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം എൻ്റെ അഭിപ്രായം ഒരു 5 കിലോമീറ്റർ അല്ലെങ്കിൽ 6 കിലോമീറ്റർ ഇടവിട്ട് ഒരു ടോയ്ലറ്റും വാഷ്റൂമൊക്കെ ഒരു ഫെസിലിറ്റീസ് ഗവൺമെൻറ് ഒരുക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. എല്ലാവർക്കും വളരെ സൗകര്യപ്രദമാണ്, നല്ലതായിരിക്കും. അപ്പോൾ ഈ ആശയത്തോട് എഗ്രി ചെയ്യുന്നത് നിങ്ങളിന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം മാക്സിമം എല്ലാവരിലേക്കും എത്തട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.